ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കൂടി വരുമ്പോൾ നമുക്ക് ചിന്തിപ്പാനുള്ള ചില സൂചനകളാണ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെ നമുക്ക് വിവിധ നിലകളിൽ ആരാധിപ്പാൻ തക്കവണ്ണം കഴിയും. ജീവനുള്ള ആരാധന എന്ന് പറയുന്ന നമ്മുടെ ജീവിതം തന്നെ ആരാധനയായിട്ട് അർപ്പിപ്പാൻ കഴിയും. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ദൈവത്തെ ഘോഷിച്ചുകൊണ്ടും നമുക്ക് ആരാധിപ്പാൻ കഴിയും. വിവിധ നിലകളിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും. അതിൽ പ്രധാനമായിട്ടുള്ള ഭാഗമാണ് കർത്തൃമേശയോടുകൂടെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ആ കർത്തൃമേശയിലും പ്രധാന ഭാഗമാണ് ദൈവം നമുക്കായിട്ട് സഹിച്ചതായിട്ടുള്ള യാതനകൾ ഓർത്ത് അവനെ സ്തുതിക്കുക, നന്ദി കരയറ്റുക എന്നുള്ളത്. അതിലും പ്രധാന ഭാഗമാണ് ക്രൂശിൽ താൻ അനുഭവിച്ചതായിട്ടുള്ള യാതനകൾ. അതിൽ മൊത്തത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചു വന്നത് മുതൽ കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർക്കും വരെയുള്ള എല്ലാ കാര്യങ്ങളും നാം ആരാധനയിൽ ഓർക്കേണ്ടതാണ്. അവയെല്ലാം പ്രധാനപ്പെട്ടതാണ്. അതിലാദ്യമായിട്ട് ഇന്ന് ചില നിമിഷങ്ങൾ കൊണ്ട് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ ഗർഭപാത്രത്തിൽ അവതരിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അത് ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവനാൽ ആകുന്നു. അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഗർഭത്തിൽ ഉൽപ്പാദിതനായി. നാം കാഷ്വലായിട്ട് ചിന്തിക്കുമ്പോൾ കർത്താവ് അവതരിച്ചു എന്ന് ചിന്തിച്ചു പോകും. എന്നാൽ ഓർത്തു നോക്കുക, ഗർഭപാത്രത്തിലെ അവസ്ഥ എങ്ങനെയാണ്? അതിൻ്റെ മെഡിക്കൽ സയൻസ് അറിഞ്ഞിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഒരു കോമൺ മനുഷ്യനെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ആ ശിശു പുറത്തു വന്നു കഴിയുമ്പോൾ ആ ശിശുവിൻ്റെ മേൽ പറ്റിയിരിക്കുന്ന ഞോളകളും മറ്റ് കാര്യങ്ങളൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് കാണുവാൻ നിൽക്കുന്ന ഉറ്റവരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വൃത്തിയാക്കപ്പെടുന്നതിന് മുൻപുള്ള അവസ്ഥയിലാണ് ഗർഭപാത്രത്തിൽ കഴിയുന്നത് എന്ന് കാണുവാൻ കഴിയും. അത് കർത്താവിനോടുള്ള ബന്ധത്തിൽ ചെറിയ കാര്യമല്ല. ഞാൻ ദൃഷ്ടാന്തമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, അവിടെ നമുക്കറിയാം അത് ചെറിയ ചെറിയ കുടിലുകളാണ്. അവിടെ ലാബറട്ടറി ഫെസിലിറ്റി ഒന്നുമില്ല. വിജനമായ മൈതാനം തന്നെ ആശ്രയം. വെള്ളത്തിന് സൗകര്യമില്ല. ദൂരെ പോയി പല കിണറുകളെയും പബ്ലിക് ടാപ്പുകളെയും ആശ്രയിക്കണം. അവിടെ ഡ്രെയിനേജ് സിസ്റ്റം ഒന്നുമില്ല. ചെളിയും മറ്റുമൊക്കെ കെട്ടിക്കിടക്കുന്ന ഗന്ധം നിറഞ്ഞ അന്തരീക്ഷം, മാലിന്യം നിറഞ്ഞ അന്തരീക്ഷം. വീടാണെങ്കിൽ ഫിനിഷ് ചെയ്ത ഫ്ലോറൊന്നുമല്ല. ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. വിളക്കിൻ്റെയും മെഴുതിയുടെയും ആശ്രയം. ദുർഘടമായിട്ടുള്ള ഒരു ജീവിതം. എന്നാൽ അവിടെ വസിക്കുന്നവർ
അതിൽ യൂസ്ഡാണ്. പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്ന വിഷമം അവർക്കുണ്ടാകില്ല. അവർ അത് പരിചയിച്ചു. എന്നാൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ധനികനായ ഒരാളുടെ മകന് വന്ന് താമസിക്കാൻ കഴിയുമോ? അത് സാധ്യമല്ല. വല്ല കാണിക്കുവാൻ വേണ്ടി ഒരു നിമിഷം അവിടെ തല കാണിച്ചു പോകുവാൻ, അത് രാഷ്ട്രീയ ലാഭത്തിനൊക്കെ വേണ്ടി വല്ലവരും ചെയ്തു എന്ന് വരാം. അപ്പോഴും പല ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും. സാധാരണ നിലയിൽ അത് സാധ്യമല്ല, അസാധ്യമാണ്. ഒരു ദിവസം പോലും ചിലവഴിപ്പാൻ സാധിക്കുകയില്ല. എന്നാൽ പിന്നെ അവിടെയുള്ളവരോ എന്ന് ചിന്തിച്ചു പോകാം. പക്ഷെ അവർ അത് യൂസ്ഡാണ്, അതിൽ ലയിച്ചവരാണ്. അവർക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് തോന്നുകയില്ല. അത് പരിചയിച്ചു. കർത്താവിന് എങ്ങനെയാണോ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു, ആ കറ അല്പം പോലും ഇല്ലാത്തതായിട്ടുള്ള ആ വിശുദ്ധനായിരിക്കുന്ന അവൻ അഖിലാണ്ടം മുഴുവൻ സൃഷ്ടിച്ച് അവയെ നിയന്ത്രിക്കുന്ന അതിൻ്റെ അധിപൻ ഇങ്ങനെ വന്ന് താമസിക്കാൻ കഴിയുമോ? കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദൈവമായിരിക്കുന്ന അവനെ അതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു ധനവാന് അത് സാധിക്കുകയില്ല. എന്നാൽ ദൈവപുത്രനെ എങ്ങനെ സാധിച്ചു? ഈ ദൈവപുത്രൻ അങ്ങനെ ആ മറിയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഇപ്പോൾ സാധാരണ ശിശുവും അങ്ങനെ ഉരുവാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം സാധാരണ ശിശു അവിടെയാണ് ആരംഭിക്കുന്നത്, അവിടുത്തെ സാഹചര്യത്തിലാണ് രൂപപ്പെടുന്നത്. കർത്താവ് അങ്ങനെയല്ല, അവിടുത്തെ സാഹചര്യത്തിലേക്ക് താഴ്ന്നു വന്നിരിക്കുകയാണ്. അവൻ ഒരിക്കലും ദൈവമല്ലാതായിരുന്നിട്ടില്ല. അവൻ ശിശുവായി ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമാണ്. ആ ദൈവത്വം ഈ ശിശുത്വത്തിലേക്ക് പ്രവേശിച്ചില്ലെന്ന് മാത്രം. ആ ദൈവത്വം ഒരു നിലയിൽ ശിശുത്വത്തെ സഹായിച്ചില്ല എന്നുള്ളത് ശരി. പക്ഷെ അവൻ ദൈവമാണ്. ആ ശിശുവായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമാണെന്നുള്ള ബോധ്യം അവനെ ഭരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഈ അവസ്ഥയിലായിരിക്കുന്നത്. മറ്റു ശിശുക്കൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അത് മാത്രമല്ല, അവന് എപ്പോഴും ഭരിക്കുന്ന ബോധ്യം നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ പറയാം, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ ദിവസവും ആ ഇടുങ്ങിയ അന്തരീക്ഷത്തിൽ കഴിയുമ്പോൾ, ഓരോ ദിവസവും അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ വരുമ്പോൾ അവന് ഇങ്ങനെ പറയാം, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഈ ജനത്തിന് വേണ്ടി, എൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഞാൻ ഇതനുഭവിക്കുക എന്നുള്ള ചിന്ത അവനെ ഭരിക്കുന്നുണ്ടായിരിക്കും. അറിഞ്ഞുകൊണ്ടുള്ള ത്യാഗമാണ്. തന്നെയുമല്ല, എത്ര നാളാണ്? 1-2 ദിവസമല്ല. സ്വർഗത്തിൽ നിറഞ്ഞിരിക്കുന്ന ദൈവം മനുഷ്യരൂപത്തിൽ മറിയുടെ ആ ഗർഭത്തിൽ, ആ പരിമിതമായ സാഹചര്യത്തിൽ, ആ പ്രതികൂലമായ സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടുന്നത്. അതിന്റെ കാരണം എന്താണ്? ഒരു ശിശു എങ്ങനെ രൂപം കൊള്ളുന്നുവോ അങ്ങനെ രൂപം കൊണ്ട് പാപം യാതൊരു നിലയിലും സ്പർശിക്കപ്പെടാതെ ഒരു ബാലൻ എങ്ങനെ വളരുന്നുവോ, ഒരു യുവാവ് എങ്ങനെ വളരുന്നുവോ, ഒരു പൊതു വ്യക്തി, ഒരു പബ്ലിക് ഫിഗർ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെയെല്ലാം ജീവിച്ച് ഒരു പാപവും ചെയ്യാതെ ജീവിതം പൂർത്തീകരിക്കുന്ന ഒരുവനെ രക്ഷകനായിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് താൻ ആ ഗർഭത്തിൽ, അതും 10 മാസം പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ, വളരെ സൗകര്യമുള്ള ഒരാൾ 10 മാസം താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാണ്, അത് അസാധ്യവുമാണ്. അത് നമ്മുടെ കർത്താവ് നിർവഹിച്ചു, നമുക്ക് വേണ്ടി അത് ചെയ്തു എന്ന് കാണുവാൻ കഴിയും. അവനെ ഓർത്ത് നന്ദി കരയറ്റുവാനും ആരാധിപ്പാനുമാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ആ കാഴ്ചപ്പാടുകൊണ്ടുകൂടെ അവനെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും.